പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം തകർത്തത്. ഭീകരവാദി നേതാക്കളെ ആരാധനാപാത്രങ്ങളായി കാണുന്ന ഒരു രാജ്യത്തിൽ നിന്നും ഒരു മര്യാദയും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം തുടങ്ങി. യുദ്ധത്തിനില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരായ നടപടി മാത്രമാണെന്നും തുടക്കത്തിലെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാൻ പൂഞ്ചിൽ വലിയ തോതിൽ ഷെല്ലാക്രമണം നടത്തി. നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി. പാക് സൈന്യത്തിന്റെ ആ മര്യാദകേടിന് അതേ നാണയത്തിൽ നമ്മുടെ മറുപടി. പാക് നഗരങ്ങളിൽ പറന്നിറങ്ങിയ ഇന്ത്യൻ ഡ്രോണുകൾ വലിയ നാശം വിതച്ചു. ലക്ഷ്യമിട്ടത് അത്രയും ശത്രുവിന്റെ സൈനിക താവളങ്ങളെ. തിരിച്ചടി പ്രതീക്ഷിച്ചതിലപ്പുറമായപ്പോൾ പാകിസ്ഥാനും ഡ്രോണാക്രമണത്തിലേക്ക് കടന്നു. പക്ഷേ അതെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിൽ തകർന്നു. പാകിസ്ഥാൻ അപ്പോഴേ തോൽവി തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് വ്യക്തം. ദിവസങ്ങൾ നീണ്ട സംഘർഷഭരിത സാഹചര്യം നീങ്ങുകയാണ്. ഈ വെടിനിർത്തൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായ സമാധാന ശ്രമം എന്നൊന്നും നമ്മൾ കരുതുന്നുമില്ല. സ്വന്തം പൗരന്മാരോടും ഈ ലോകത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്കാണ് ഭാരതം ഈ സീസ് ഫയറിന് സമ്മതിച്ചത്. എന്നാൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ DGMOയെ വിളിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാവുകയായിരുന്നു. അവർക്ക് മുന്നിൽ മറ്റു വഴികൾ ഒന്നുമില്ലായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പരാജയം മറനീക്കി പുറത്തു വന്നു. क्या बोलते भेलपुरी खाने से मेरा पति साइड में था, एक इंसान आया उसने उसको गोली मार दी. यहाँ पे उसने बोला कि ये शायद मुस्लिम नहीं है, उसने उसको गोली मार दी. Okay, firstly you give the hands water, drop of water, take a drop of water, sir, please. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ എടുത്ത നയതന്ത്ര നടപടികൾ പാകിസ്ഥാനെ ശരിക്കും ശ്വാസം മുട്ടിച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ അതിൽ പ്രധാനം. പാകിസ്ഥാനിലെ കാർഷിക രംഗം പ്രതിസന്ധിയിലേക്ക്. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും റദ്ദാക്കിയതോടെ സമ്പദ്ഘടനയ്ക്ക് അടുത്ത ആണിയടിച്ചു. അതിർത്തിയിൽ സംഘർഷം തുടങ്ങി മണിക്കൂറുകൾക്കകം ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടി വന്നു അവർക്ക്. ഭക്ഷ്യപ്രതിസന്ധി അടക്കം കാത്തിരിക്കുന്നു. സംഘർഷം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ IMFന് മുന്നിൽ വായ്പയ്ക്കായി കൈനീട്ടി നിൽക്കേണ്ടി വന്നു പാകിസ്ഥാന്. ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രത്തിന്റെ നുണകൾ പൊളിയുന്നത് കണ്ട ദിവസങ്ങൾ കൂടിയാണ് കടന്നുപോയത്. നുണ പറയുന്നതിൽ അവിടുത്തെ പ്രതിരോധ മന്ത്രി പോലും ലോകത്തിനു മുന്നിൽ പരിഹാസ്യനായി. ഭീകരവാദത്തിന് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നുണയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടുപിന്നാലെ തകർന്നത്. കൊടും ഭീകരരുടെ മൃതദേഹത്തിൽ സ്വന്തം രാജ്യത്തിന്റെ കൊടിയും പുതപ്പിച്ച് സംസ്കാര ചടങ്ങിൽ നിരന്നു നിൽക്കുന്ന പാക് ഉദ്യോഗസ്ഥരുടെ ചിത്രം മാത്രം മതി
ടെററിസ്റ്റ് റിപ്പബ്ലിക്കാണ് പാകിസ്ഥാൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ. ഒരു ഭാഗത്ത് പ്രകോപനം തുടരുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാൻ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. പല വിധത്തിലാണ് ഇന്ത്യയോട് പോരുവിളി തുടങ്ങിയത് മുതൽ പാകിസ്ഥാൻ തിരിച്ചടി ഏറ്റുവാങ്ങിയത്. ഇന്ത്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന നുണ അടിച്ചുവിട്ടത് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ അസീസ്. തെളിവെവിടെയെന്ന ചോദ്യത്തിനുള്ള മറുപടി ഒരു പ്രതിരോധ മന്ത്രിയുടെ ഗതികേട് വെളിപ്പെടുത്തുന്നു. Pakistan claims it shot down 5 Indian Air Force jets. 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. You're the defense minister. It's not to talk about content all over social media. I'm sorry. തീർന്നില്ല. ഇന്ത്യൻ ആക്രമണത്തിൽ ചൂളിപ്പോയ പാക് പ്രതിരോധവും ഇതേ മന്ത്രിയുടെ വാക്കുകളിലൂടെ ലോകമറിഞ്ഞു. ഇന്ത്യൻ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം കണ്ടെന്ന് പാകിസ്ഥാനി പൗരന്മാരും മടിയില്ലാതെ പറഞ്ഞു. हमारा डिफेंस सिस्टम एक भी मिसाइल को इंटरसेप्ट नहीं करते, एक भी मिसाइल को हम रोक नहीं सकते. सारे हमले हम रोकने में नाकाम रहे. एग्जैक्ट जो इंडिया ने टारगेट अचीव करना था वो अचीव किया है. वो जो कहते हैं ना कि इंडिया ने घुस के मारना था, इंडिया ने वाकई घुस के. ഇന്ത്യയിലെ വ്യോമത്താവളങ്ങളും ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും തകർത്തു. ഇന്ത്യൻ പൈലറ്റിനെ പിടികൂടി. ഡൽഹിയിൽ കലാപം എന്നിങ്ങനെ വ്യാജ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് പ്രചരിപ്പിക്കാൻ ചൈനീസ് മാധ്യമങ്ങളുടെ അടക്കം കൂട്ടും. എല്ലാ കള്ളങ്ങളെയും തെളിവ് സഹിതം പൊളിച്ചു നമ്മുടെ സേനയുടെ ജാഗ്രത. അസിം മുനീർ എന്ന പാക് സൈനിക മേധാവി എത്രത്തോളം വർഗീയവാദിയാണെന്ന് കൂടി ലോകം തിരിച്ചറിഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കാനാവില്ലെന്ന അസിം മുനീറിന്റെ പ്രസ്താവന വന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾ മാത്രം മുൻപാണ്. ആക്രമണത്തിന് പിന്നിൽ അസിം മുനീറാണെന്ന് ആരോപിക്കുന്നത് പാക് സേനയിലെ മുൻ മേജറായ ആദിൽ രാജ. പെഹൽഗാമിലെ നിരപരാധികളെ കൊന്നതിന് പിന്നിൽ പാക് മേധാവി അസിം മുനീർ തന്നെയാണെന്ന് ആരോപിക്കുകയാണ് പാക് സേനയിലെ മുൻ മേജർ ആദിൽ രാജ. സോഷ്യൽ മീഡിയയിൽ അസത്യപ്രചാരണവും അതിർത്തിയിൽ പ്രകോപനവും തുടരുമ്പോൾ പക്ഷേ പാക് ജനപ്രതിനിധികളിൽ പലരും കരയുകയായിരുന്നു. इमरान खान को पाकिस्तान की जरूरत नहीं है, बल्कि पाकिस्तान को इमरान खान की जरूरत है. अब हम तैयार हैं. अवामी मुजाहिदीन रखने वाले लीडर पर हाथ दिया जाए फौरी तौर के ऊपर. ഇതിനിടയിൽ തടവിൽ കിടക്കുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി അണികൾ രംഗത്ത് വന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഇന്ത്യയിൽ കാലങ്ങളായി വിഘടനവാദം വളർത്താൻ പണിയെടുത്ത പാകിസ്ഥാന് കാലം നൽകിയ മറുപടി കൂടിയായി ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനീതി തുടർന്നപ്പോൾ ക്വറ്റയടക്കം നിയന്ത്രണത്തിലാക്കി പാക് സേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയാണ് BLA. പാകിസ്ഥാൻ വീണ്ടും രണ്ടായി മുറിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. കാലങ്ങളായി തുടരുന്ന അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ബലൂച്ച് ജനത ഒന്നിച്ചപ്പോൾ സംഭവിക്കുന്നത് വലിയ ആഭ്യന്തര കലഹം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാക് സേന പലയിടങ്ങളിലും BLAയ്ക്ക് മുന്നിൽ പത്യമടക്കി. BLA ഇനിയും ശക്തമായാൽ സിന്ധുദേശ്, പഷ്തൂണിസ്ഥാൻ തുടങ്ങിയ വാദങ്ങൾ കൂടി തലപൊക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പാകിസ്ഥാൻ കഷണങ്ങളായി ചിതറും. ദയനീയ സാമ്പത്തിക സ്ഥിതി, രൂക്ഷമായ വിഘടനവാദം, നുണബോംബുകൾ പൊട്ടിയത്, അങ്ങനെ മുന്നോട്ടു പോകാൻ ഒരു തരത്തിലും സാധിക്കാത്ത പാകിസ്ഥാന് അവരുടെ സേനയെ കൂടി കുരുതി കൊടുക്കേണ്ട അവസ്ഥയാണ് സംജാതമായത്. ഇതോടെ ഇന്ത്യയോട് സമാധാനം തേടാൻ പാക് സൈനിക മേധാവി നിർബന്ധിതനായി.
രാജ്യത്തെ സേനയെ ഭീകരവാദി സംഘമായി കൊണ്ടു നടക്കുന്ന അസീം മുനീർ ഇപ്പോൾ കളിച്ചത് തീക്കളി. അതിർത്തിയിലെ പ്രകോപനത്തിന് അതിർത്തിയിൽ തന്നെ തിരിച്ചടിയെന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ മാറുമെന്ന് അയാൾ കരുതി കാണില്ല. പൂഞ്ചിലെ സാധാരണക്കാരുടെ ചോരയ്ക്ക് പാക് വ്യോമത്താവളങ്ങളെ തകർത്തു തന്നെയാണ് ഇന്ത്യ മറുപടി നൽകിയത്. എന്നിട്ടും പഠിക്കാതെ വീണ്ടും ആക്രമണം. ഡൽഹി ലക്ഷ്യമിട്ട ഫത്ത മിസൈൽ ഹരിയാനയിൽ വെച്ച് ഇന്ത്യ തകർത്തു. നൂർ ഖാൻ, സിയാൽകോട്ട്, മുറീദ്, റാഫിക്കി, റഹ്മിയാർ ഖാൻ, സുക്കൂർ, പസ്രൂർ, ബലാരി, ചുനിയാൻ ഇന്ത്യൻ സേനയുടെ കരുത്ത് ശരിക്കും അനുഭവിച്ച പാക് സൈനിക കേന്ദ്രങ്ങൾ. പാക് വിമാനങ്ങൾ പറന്നുയരുന്ന സർഗോദയും കനത്ത നാശമേറ്റുവാങ്ങി. പ്രഹരമേൽപ്പിച്ചത് നമ്മുടെ ബ്രഹ്മോസ്. സിയാൽകോട്ടിലെയും സുക്കൂറിലെയും റഡാർ സംവിധാനങ്ങൾ പരിപൂർണമായി തകർന്നു. റഹ്മിയാർ ഖാനിലെ ആയുധ സംഭരണശാലയും. പാകിസ്ഥാന്റെ 400 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് കടന്നാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പാക് വ്യോമസേനയുടെ ഫസ്റ്റ് ലെയർ ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായി. പാക് സൈന്യത്തിന്റെ ആസ്ഥാനമായ റാവൽപിണ്ടിയിലും നമ്മൾ പ്രഹരമേൽപ്പിച്ചപ്പോൾ അസീം മുനീറിന് മുന്നിൽ വെടിനിർത്തലല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഭീകരരെ ശിക്ഷിക്കാനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 100-ലേറെ ഭീകരരെ വധിച്ചു. യൂസുഫ് അസർ, അബ്ദുൾ റൌഫ് തുടങ്ങി കൊടും ഭീകരരും കൊല്ലപ്പെട്ടു. I have no doubt in my mind that we achieved total surprise, and those strikes across those 9 terror hubs left more than 100 terrorists killed, including high-value targets such as Yusuf Azhar, Abdul Malik Rauf and Mudassir Ahmed that were involved in the hijack of IC-814 and the Pulwama blast. The line of control was also violated soon after by Pakistan, and the erratic and rattled response of our enemy was apparent from the number of civilians, inhabited villages and religious sites such as Gurudwaras that were unfortunately hit by them, leading to a sad loss of lives. ഇന്ത്യ ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെയാണ് ഉന്നം വെച്ചത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ 40ഓളം പാക് പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. Was that while the drone attacks were being launched from somewhere close to Lahore, enemy had allowed his civilian aircraft to also continue to fly out of Lahore. Not only his own aircraft but international passenger aircraft. The Pakistan Army has reported to have lost approximately 35 to 40 personnel in artillery and small arms firing on the line of control between the 7th and the 10th of May. പാകിസ്ഥാന് നമ്മുടെ തിരിച്ചടിയിൽ അനുഭവിക്കേണ്ടി വന്ന ആഘാതം തെളിവ് സഹിതം വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം. Arifwala Air Defense Radar. Coming to Sargodha Airfield. Remember, this is one of their important strike out here and one complex here. Chaklala Airfield, Noor Khan, once again a major air base. This is how it looked before the strike. Aircraft hangar. This is how it looked before, and this is Jacobabad. As I said, their planes were prevented from coming inside our border. All right. So we do not have the wreckage with us, but definitely we have downed a few planes. Numbers, we would not like to hazard a guess out here. Okay. I have the numbers. Okay. And we are getting into the technical details of it to establish it. So I would not like to
put a figure at this time, but definitely there are losses from their side which we have inflicted. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലൂടെ പാകിസ്ഥാനിലെ ഭീകരവാദത്തിന്റെ വേരറുക്കുന്നു നമ്മൾ. But whatever methods and whatever means we have chosen, it had the desired effects on the enemy targets. How many casualties? How many injuries? Well, to start with, our aim was not to inflict casualties, but in case there have been, it is for them to count. Our job is to hit the target, not to count the body bags. Justice has been served, Ajit. That is all that I will say. Indian Navy's action is part of the escalation ladder mechanism which we have worked out amongst 3 services. This time, if Pakistan dare take any action, and Pakistan knows it, what we are going to do. That's all. കനത്ത തിരിച്ചടിക്ക് ശേഷം വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ച് പാകിസ്ഥാൻ DGMO വിളിച്ചു. വെടിനിർത്തൽ ധാരണ വന്ന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ അത് ലംഘിക്കുകയുണ്ടായി. ഇനി വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം സേനയ്ക്ക് ലഭിച്ചതായി DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്. അമേരിക്കയും സൗദിയും ചൈനയും ഒക്കെ യുദ്ധമുണ്ടാകാതിരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് പാകിസ്ഥാൻ സമാധാനത്തിനായി ഇന്ത്യയെ വിളിക്കുന്നത്. ലോകമര്യാദയുടെ പേരിൽ കേന്ദ്ര സർക്കാരും സൈന്യവും അതിന് തയ്യാറായി. പാകിസ്ഥാന്റെ നെറിയില്ലായ്മ വെളിപ്പെടുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും പുലർത്തുന്ന നേരും മര്യാദയും ലോകം വീണ്ടും തിരിച്ചറിയും. ഒപ്പം സൈനിക തലത്തിൽ നമ്മൾ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറിയിരിക്കുന്നുവെന്ന പ്രഖ്യാപനവും. ഇന്ത്യ ആക്രമിക്കണമെന്ന് കരുതി വരുന്ന ഒരു ഭീകരനും പാകിസ്ഥാൻ എന്നല്ല ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വേരറുക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ.